വീര്യം കുറഞ്ഞ മദ്യത്തിൽ വീര്യം കൂടിയ വിവാദങ്ങൾ കത്തുമ്പോൾ ഇപ്പോൾ ഒപ്പമുള്ളത് എക്സൈസ് മന്ത്രി എം ലിജു ആണ്. നിലവിൽ ഇതൊരു ധനബില്ല് പാസ്സാകുമെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൽ എക്സൈസിൻ്റെ റോൾ എന്താണ്? എക്സൈസ് വകുപ്പിൻ്റെ റോൾ എന്താകും? ഇതൊക്കെ തന്നെ നിങ്ങളുടെ അസംഷൻസ് ആണ്. നിലവിൽ എന്താണ് ധനബിൽ എന്നതിനെക്കുറിച്ചൊന്നും തന്നെ ഞങ്ങൾക്ക് അത് ധനകാര്യ മന്ത്രിയാണ് അത് അവതരിപ്പിക്കേണ്ടത്. ഇപ്പോൾ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ഇത് ധനബില്ലിൽ എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് എന്ന് അറിയുകയുള്ളൂ. നിലവിൽ കോൺഗ്രസിൻ്റെ നയം, യു ഡി എഫിൻ്റെ നയം ഘട്ടം ഘട്ടമായുള്ള മദ്യവർജനമാണ്. അതിൽ എൽ ഡി എഫിൻ്റെ നയം യു ഡി എഫ് പിന്തുടരാനുണ്ടായ കാരണം എന്തായിരിക്കും? യു ഡി എഫിൻ്റെ മദ്യനയം ഇനി വരാനിരിക്കുന്നല്ലേ ഉള്ളൂ. അപ്പം നിലവിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഒരു ധനപരമായ തീരുമാനമാണ്. അതായത് എൽ ഡി എഫ് ആവിഷ്കരിച്ച ലോ ആൽക്കഹോളിക് ബിവറേജസിൻ്റെ നികുതി അന്നത്തെ 251% നിന്നും കുറച്ചുകൊണ്ടൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ നാളെ മദ്യം ഇത്തരത്തിൽ ലോ ആൽക്കഹോളിക് ബിവറേജസ് വിൽക്കാൻ യു ഡി എഫ് അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിച്ചാൽ അന്ന് സ്ലാബ് ഇതായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം എന്നുള്ളതാണ് മുഖ്യമന്ത്രി കൃത്യമായി വിശദീകരിച്ചത്. ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ലല്ലോ. വിൽക്കാൻ തീരുമാനിക്കണമെങ്കിൽ ഒത്തിരി കടമ്പകളില്ലേ. ഇവിടെ എക്സൈസ് മന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, എക്സൈസ് മന്ത്രി എന്ന നിലയിൽ സംസ്ഥാനത്തൊരു മദ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സൈസ് കമ്മീഷണർ പെർമിറ്റ് നൽകണം. എക്സൈസ് കമ്മീഷണർ പെർമിറ്റ് നൽകുന്നതിന് മുമ്പാകെ ഇവിടെ ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഓഫ് ബ്രാൻഡ് റൂൾസ് എന്ന് പറഞ്ഞൊരു നിയമം തന്നെ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. എന്ന് പറഞ്ഞാൽ മദ്യം വിൽക്കാൻ ആഗ്രഹിക്കുന്ന കമ്പനി ബ്രാൻഡ് രജിസ്റ്റർ ചെയ്യാൻ എക്സൈസ് കമ്മീഷണർ മുമ്പായി അപേക്ഷ നൽകി, അത് എക്സൈസ് കമ്മീഷണർ അനുമതി നൽകി എങ്കിൽ മാത്രമേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിൽക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല ഇവിടുത്തെ വിൽപ്പനയുടെ മദ്യത്തിൻ്റെ പെർമിറ്റ് എന്നത് അതിൻ്റെ ഹോൾസെയിൽ അവകാശം എന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്. ബിവറേജസ് കോർപ്പറേഷനിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറോ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാക്കുന്ന ഡിസ്റ്റിലറിയിൽ നിന്ന് വരുന്ന ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആവട്ടെ, വിദേശത്ത് നിന്ന് ഇറക്കുമതി കൊണ്ടുവരുന്ന ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ആവട്ടെ, ഇതെല്ലാം തന്നെ ബിവറേജസ് കോർപ്പറേഷൻ വന്ന് അവരനുമതി കൊടുത്തെങ്കിൽ മാത്രമല്ല അവരിലൂടെയല്ലേ വിതരണം നടക്കുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായി ഇത്തരം ഒരു നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് മാത്രം ഇവിടെ വിൽപ്പന നടക്കില്ല. നിലവിൽ ധനബില്ല് പാസ്സായി എന്ന് കരുതുക. മദ്യവിൽപ്പനയെ സംബന്ധിച്ച കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ ഇവിടെ മദ്യം വിൽക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞല്ലോ. ബ്രാൻഡ് രജിസ്ട്രേഷൻ വേണം, പെർമിറ്റ് വേണം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എക്സൈസ് വകുപ്പ് ഉൾപ്പെടെ തീരുമാനിക്കേണ്ടത് മദ്യനയം നിലവിൽ വന്നതിന് ശേഷം മാത്രമാണ്. നിലവിൽ നിയമപരമായ പ്രശ്നം ഉയർന്നാലും എക്സൈസിന്റെ നിലപാട് ഇതായിരിക്കും. അപ്പോഴും നമ്മളെ നയിക്കുന്നത് എന്താണ്? ഞാൻ മദ്യനയം എന്നുള്ളതാണ് എന്നെ നയിക്കേണ്ട പോളിസി. യു ഡി എഫ് നാളെ ലോ ആൽക്കഹോളിക് ബിവറേജസ് വിൽക്കുക എന്നൊരു നയത്തിലാണ് എത്തിപ്പെടുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും എക്സൈസ് മന്ത്രി എന്നതിൽ എനിക്കതിനെ ഒബേ ചെയ്യേണ്ടി വരും. പക്ഷേ അങ്ങനെ ഒരു നയം വരുന്നതിന് മുൻപ് ഇവിടെ ഏതെങ്കിലും ഒരു മദ്യ കമ്പനി വന്നിട്ട് ലോ ആൽക്കഹോളിക് ബിവറേജസ് അനുമതിക്ക് ചോദിച്ചാൽ എനിക്കതിന് അവകാശമുള്ള മേഖലകളിൽ കൊടുക്കില്ല എന്നല്ലേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. നിലവിൽ വിയോജിപ്പ് രേഖപ്പെടുത്താൻ എക്സൈസ് വകുപ്പിന് എക്സൈസ് മന്ത്രിക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞു വെക്കുക. അല്ല, അങ്ങനെ പറഞ്ഞൊന്നും വെക്കുകയല്ലല്ലോ. ഞാൻ കൃത്യമായി എൻ്റെ ലീഗൽ പൊസിഷനല്ലേ പറഞ്ഞത്. എൽ ഡി എഫ് പറയുന്നത് ഇത് പ്രഖ്യാപനത്തിൽ വന്നു കഴിഞ്ഞ ഒരു സാധനത്തിന് വേണമെങ്കിൽ കമ്പനികൾക്ക് കോടതിയിൽ പോകാം, നിയമപരമായ ബാധ്യതകൾ വന്നു ചേരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെയായിരിക്കും അവരുടെ ലക്ഷ്യം. ഞാൻ എൻ്റെ പൊസിഷൻ പറഞ്ഞു. അതായത് മദ്യനയം നിലവിൽ വരാതെ ഒരു തരത്തിലുള്ള ഇവിടെ നിലവിൽ ഇല്ലാത്ത ഒരു സംവിധാനത്തിന്, യു ഡി എഫിൻ്റെ അജണ്ട ഇല്ലാത്തൊരു സംവിധാനത്തിന് അനുമതി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എക്സൈസ് മന്ത്രിക്കോ, എക്സൈസ് മന്ത്രി പറഞ്ഞിട്ട് എക്സൈസ് വകുപ്പിനോ ഇല്ല. എക്സൈസ് മന്ത്രി എന്നുള്ള നിലയിലാണോ, കോൺഗ്രസ്സുകാരനും യു ഡി എഫുകാരനുമായി ജയിച്ചു വന്ന വ്യക്തി എന്നുള്ള നിലയിലാണോ ഈ നിലപാട് കൂടി പറയുന്നത്? അല്ല, ഇത് രണ്ടും പരസ്പര പൂരകമല്ലേ? എന്തിനാണ് എൽ ഡി എഫിൻ്റെ ഒരു നയം, വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ളത് 2023 എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഒരു നയമാണ്. അതിന് എന്തിനാണ് നികുതി വരുമാനത്തിനാണെന്നുള്ള ധാരണയിൽ എന്നോണം ആയിക്കോട്ടെ, അതെന്തിനാണ് ബജറ്റ് പ്രഖ്യാപനത്തിൽ വന്നതെന്നുള്ളൊരു ചോദ്യം സാമാന്യ ജനങ്ങളിൽ നിന്നുണ്ടായാൽ മറുപടി പറയേണ്ട ബാധ്യത എക്സൈസ് വകുപ്പ് മന്ത്രിക്കില്ലേ? എക്സൈസ് വകുപ്പ് മന്ത്രിക്ക് അതിൻ്റെ ബാധ്യതയില്ല. ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണ്ണമായി ഒരു ഫിനാൻഷ്യൽ ഡോക്യുമെൻറ്റ് എക്സ്ക്ലൂസീവ്ലി വിത്ത് ദ ഫിനാൻസ് മിനിസ്റ്റർ. അതിനകത്ത് എന്ത് ടാക്സ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള തീരുമാനങ്ങളൊന്നും തന്നെ മറ്റു വകുപ്പുമായി ചർച്ച ചെയ്യണം അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അത് വളരെ കൃത്യമായി ഇത് ധനമന്ത്രി നിയമസഭയിലും പ്രസംഗിച്ചില്ലേ. സൂപ്പർ പ്രതിപക്ഷ നേതാവ് ചമയുകയാണ് വി എം സുധീരൻ എന്നുള്ളൊരു ആക്ഷേപം ഉയരുന്നുണ്ട്. അതിനൊപ്പം എം ലിജു എന്ന എക്സൈസ് മന്ത്രിയോട് നിൽക്കുക അല്ലല്ലോ പറഞ്ഞു. ഞാൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നയത്തിനൊപ്പമാണ് ഞാൻ പറഞ്ഞത്. ഞാനൊരു ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ് പറഞ്ഞത്. നിങ്ങൾ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാതെ
മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു, നാളെ ഒരു ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുകയാണെങ്കിൽ കൊണ്ടുവരേണ്ട നയമാണ്, ഫിനാൻഷ്യൽ പോളിസിയാണ് പറഞ്ഞത്. അത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇവിടെ അബ്കാരി പോളിസി വരണം. ആ തീരുമാനം ഉണ്ടാവണമെങ്കിൽ അബ്കാരി പോളിസി വരണം. ഞാൻ അതേ പറഞ്ഞുള്ളൂ. പാർട്ടിക്കുള്ളിലോ രാഷ്ട്രീയപരമായോ മറ്റൊരു വിവാദങ്ങൾ ആ നയം വരുന്നത് വരെ ഉണ്ടാകില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ഞാൻ അബ്കാരി പോളിസിക്കൊപ്പമാണ്. നമ്മളൊരു ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കുമ്പോൾ ദർ മസ്റ്റ് ബി എ പബ്ലിക് പോളിസി. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ അബ്കാരി എക്സൈസ് മന്ത്രി എന്നുള്ള എൻ്റെ തീരുമാനങ്ങളെ നയിക്കേണ്ട എക്സൈസ് പോളിസിയാണ്. അതായത് ബക്കാടിക്ക് ഉടൻ ഒരു ചിയേഴ്സ് നൽകില്ല. ഒരാൾക്കും ബക്കാടിയൊന്നുമില്ല. ഞാൻ സാറിന് ചേഴ്സ് പറയാറില്ല. Big TV without fear or favor.